ജീവനവും ജീവിക്കുന്ന ഈ മലയാള രാജ്യത്തിലും ഏതാണ്ട് 35 കൊല്ലം കൊണ്ട് തികഞ്ഞ ഏകാധിപത്യം തന്നെയാണ് നടക്കുന്നത്. സമ്പന്നന്റെയും അധികാരവർഗത്തിന്റെയും വോട്ടാനയ്ക്ക് സാധുന്നവരാണ് ഇവിടെയുള്ള ഏത് ഭരണ പാർട്ടിക്കാരായിരുന്നാലും എന്ന് പറയുവാൻ അയ്യന് ഒട്ടും തന്നെ പ്രയാസമില്ല. ഈ പറയുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളയുവാൻ ഉദ്ദേശമില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ആർക്കെന്നെ എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോളാം. അടിയൻ പണം കൊണ്ടോ റെക്കമെന്റ് കൊണ്ടോ കച്ചൂരി കൊണ്ടോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുക എന്നേക്കാൾ ഏത് സമയത്തും മരിക്കുവാൻ തയ്യാറ്. ഞാൻ ചെയ്യുവാനുള്ള കർമ്മങ്ങൾ ഏറെക്കുറെ ചെയ്തു എന്ന് സന്തോഷിക്കുന്നവരാണ്. വലിയ വലിയ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒന്നും എനിക്കിവിടെ ഇല്ല. പക്ഷേ എങ്കിലും ഒന്ന് പറയാം. ഈ അടുത്ത കാലത്താണ്, ഒരു കൊല്ലത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ദേശീയതകളിലൊക്കെ ഏകാധിപത്യം ഒരു പരിവരെ നടന്നാലും ഇന്ത്യൻ പാർലമെന്റിൽ ഏകാധിപത്യത്തിന്റെ നിഴൽ തടിവെച്ചില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നോ ഇന്ത്യൻ പാർലമെന്റിലും ഏകാധിപത്യം എന്ന് പറയുന്ന സർപ്പത്തിന്റെ പത്തി ഉയർത്തിയാടുകയാണ്. ആ പത്തി ഉയർത്തിയാടുന്ന ആ ഗൗരവം ഈ എളിയോന്റെ അടുത്ത് വേണ്ട. അട്ടഹാസങ്ങളും ആക്രോശങ്ങളും ഒന്നും എളിയോന്റെ അടുത്ത് വേണ്ട എന്ന് എളിയോൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചും തന്നെ പറയുകയാണ്. എളിയോൻ തന്നെ, വലിയോൻ തന്നെ, അധികാരം തന്നെ എന്ന് വെച്ചിട്ട് എളിയോനുകൾ ജീവിച്ചുകൂടാ എന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ നിയമമില്ല. അതുകൊണ്ട് ജീവിക്കുന്നു. എന്തായിരുന്നാലും ഇങ്ങനെ പറഞ്ഞു പോയാൽ 1, 2, 3 ദിവസം കൊണ്ട് പറഞ്ഞ് തീർക്കത്തക്ക കാര്യമല്ല. ഇന്ത്യയിലുള്ള ഭരണകൂടവും ഇന്ത്യയുടെ ജനായത്വവും എന്നൊക്കെ പറയുന്നത് പോലെ വലിയ നീണ്ട കാര്യമാണ്. അങ്ങോട്ടൊന്നും അടിയൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അടിയൻ ഇപ്പോഴും വളരെ ഹൃദയവേദനയോടുകൂടി യാചിച്ച് പറയുകയാണ്. ഇവിടുത്തെ ഇന്ത്യൻ പാർലമെന്റിലെ അധികാരികളെന്നും വലിയ മന്ത്രിമാരെന്നൊക്കെ പറയുന്നവര് അടിയന്റെ മേൽക്കത്ത് കയറാൻ നിൽക്കരുത്. അടിയന്റെ മേൽക്കത്ത് അട്ടഹസിക്കാനും ആക്രോശിക്കാനും നിൽക്കരുത്. അടിയൻ ആകെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി മേലാൽ പറയുകയില്ല. പറയേണ്ട വന്നാൽ പേടി.